ഞാനും നിങ്ങളും ഇന്ന് സഞ്ചരിക്കുന്നത്. അതെല്ലാരും മറന്നു പോവുകയാണ്, അതെല്ലാരും മറന്നു നടക്കുകയാണ്. ആ ദുരന്തം ഏതാണെന്നറിയുമോ? പുതിയ തലമുറയ്ക്ക് അല്ലാഹുവിനെ വിശ്വാസമില്ലാതെ പോകുന്നടോ. പുതിയ തലമുറയ്ക്ക് അല്ലാഹുവിനെ വിശ്വാസമില്ല, അന്ത്യദിനത്തിൽ വിശ്വാസമില്ല. അവർക്ക് സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല, അവര് നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. മണ്ണോടലിഞ്ഞു കഴിഞ്ഞാൽ സർവ്വതും തീർന്നെന്ന് പറയുന്ന ഒരു ചിന്തയാണ് ഇന്ന് വളർന്നു വരുന്ന യുവതലമുറയ്ക്കുള്ളത്. നിങ്ങൾ ഭയപ്പെടണം സഹോദര. സിറാജ് വെറുതെ പറഞ്ഞതല്ല. 5 നേരം നിസ്കരിക്കുന്ന വാപ്പാ, ഇന്ന് വഴുത് കഴിഞ്ഞ് തിരിച്ച് നിന്റെ വീട്ടിൽ ചെന്നിട്ട് നിന്റെ പൊന്നാര മക്കളെ നീ ഒന്ന് പിടിച്ചെടുത്തിരുത്തണേ. എന്നിട്ട് നീ ഒന്ന് ഉപദേശിക്കണേ. നീ നിന്റെ മക്കളോട് ഖബറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കൂ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കൂ, നരകത്തെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കൂ, സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കൂ. ഇന്നത്തെ യുവതലമുറ ഇന്ന് പരിഹസിക്കുകയാ. ഇന്ന് കള്ളും കഞ്ചാവും മയക്കുമരുന്നും ഇതെല്ലാരും ഒന്നും അടിക്കാറില്ല, അത് പോട്ടെ. എന്നാൽ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്, നമ്മുടെ മക്കൾക്ക് അല്ലാഹുവിനെ വിശ്വാസമുണ്ടോ? അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ടോ? മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിശ്വാസമുണ്ടോ? ഇന്നത്തെ മക്കൾക്ക് വിശ്വാസമില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറല്ല ഈമാൻ നൽകുമാറാകട്ടെ. അടുക്കളയിൽ ഉമ്മമാര് ചോറ് വെക്കുമ്പോ തലയിൽ തുണിയിടാതെ അടക്കുന്ന മോളോട് പിടിച്ചിട്ടെടി, നാളെ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഒരു ചെരുപ്പ. ആ ചെരുപ്പ് ധരിച്ചാൽ തന്നെ തലച്ചോറ് ഇങ്ങനെ മുഖത്തൂടെ ഒഴുകും. അതാ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ. ഈ തീ കണ്ടോ? ഈ തീ നരകത്തിലെ തീയുടെ 70 അംശമേ ഉള്ളൂ. ഓൾ ഉമ്മാനെ നോക്കിയിട്ട് ഒരു ചിരിച്ചിരിക്കും. എന്തായി പറയണേ? എടാ, ഈ തീ തന്നെ മനുഷ്യനെ കൊല്ലുന്നു. അപ്പൊ ഇതിന് 70 ഇരട്ടിയുള്ള തീ. ഇന്നത്തെ കുട്ടികൾക്ക് അതിലൊന്നും എവിടാന്നാ ചോദിക്കണ നരകം? എവിടെ ഉസ്താദേ? ആകാശത്തിന്റെ മുകളിലാണോ, ഭൂമിയുടെ അടിയിലാണോ, വല്ല കടലിനടിയിൽ കുഴിച്ചിട്ടേക്കാണോ എന്നാ ചോദിക്കണേ ഇന്ന് നരകം. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടോ, കള്ളും കഞ്ചാവും എല്ലാവരും അടിക്കണില്ല, അത് കുറച്ച് പേര് അടിക്കേണ്ടവർ മാത്രമേ അടിക്കുന്നുള്ളൂ. പക്ഷെ ഇത് നമ്മൾ ഭയപ്പെടണം.